അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വേറിട്ട് നിൽക്കുന്നവരാണ് മനുഷ്യൻ. ആകാര ഭംഗിയിലും മറ്റു പല കാര്യങ്ങളിലും വിവേകങ്ങളിലുമൊക്കെ മനുഷ്യൻ വേറിട്ട് നിൽക്കുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന ഖുർആൻ പറഞ്ഞു. ഏറ്റവും മനോഹരമായ ശരീരഭാഷയാണ് മനുഷ്യന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ഒരു മൃഗശാലയിലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചെല്ലുന്നിടത്ത് യഥാർത്ഥത്തിൽ നമ്മളവിടെ കാണുന്നത് അഭംഗിയെ ഭംഗി എന്ന രൂപത്തിലാണ്. മൂക്കിന് നീളമുള്ള ശരീരം മുഴുവനും കറുത്ത് പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആനയ്ക്കും ഒരു ചന്തം കാണുകയാണ് മനുഷ്യൻ. ഒരു നാൽക്കാലിയെ സംബന്ധിച്ചിടത്തോളം അതിന് കിടക്കാൻ എല്ലാ ദിവസവും രണ്ടാലൊരു ഭാഗത്തേക്ക് മാത്രമേ കഴിയൂ. പരിമിതമായ ശരീരത്തിന്റെ സൗകര്യങ്ങളിലും കയ്യും കാലും ഊന്നിയിട്ട് വേണം അതിന് നടന്നു പോവാൻ. എന്നാലും നിസ്സാരമായ ഒരു പ്രതലത്തിലൂടെ ഒരു ശരീരത്തെ മൊത്തം വഹിച്ച് അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന ശാരീരികമായ മനുഷ്യന്റെ പ്രത്യേകത. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ അല്ലാഹു സൃഷ്ടികളിൽ വേറിട്ട് നിർത്തുന്ന ഒരു പ്രതീതിയാണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇതിനപ്പുറം വിവേകം കൊടുത്തു, വിശേഷ ബുദ്ധി കൊടുത്തു. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഈ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യം ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നന്ദികേട് മാത്രമാണ്. ആ നന്ദികേടിന്റെ അടയാളങ്ങളെ കുറിച്ച് കൃത്യമായ ബോധവും ബോധ്യവുമുള്ള മലക്കുകൾ അല്ലാഹുവോടൊന്ന് ചോദിച്ചിരുന്നു. അതജഅല ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമ. രക്തച്ചൊരിച്ചൽ ആഗ്രഹപൂർവം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ഈ സമൂഹത്തെ എന്തിനാണ് തമ്പുരാനെ നീ നിയോഗിക്കുന്നത് എന്ന് മഹാന്മാരായ മലക്കുകൾ ചോദിച്ചു. സംസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനെ അല്ലാഹു അവിടെ പ്രത്യക്ഷപ്പെടുത്തി. സയ്യിദുന ആദം ഇൽമു കൊണ്ട് സംസ്കരിക്കപ്പെട്ടു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായിക. സൃഷ്ടി ശ്രേഷ്ഠരായ മലക്കുകളുടെ മുന്നിൽ അവരുടെ അറിവിന്റെ അപ്പുറത്തേക്ക് അറിവ് കൊണ്ട് സംസ്കരിക്കപ്പെട്ട മനുഷ്യനെ അല്ലാഹു ഉന്നതനാക്കി. ആ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യവർഗത്തെ ആദരിച്ച് കാണിക്കുകയാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും തുടങ്ങുന്ന മനുഷ്യ ജീവിതം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ഒരു വഴികാട്ടി നിർബന്ധമാണ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? മനുഷ്യന്റെ അടിസ്ഥാനം പിഴച്ചു പോവാൻ സാധ്യതയുള്ള ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, ഇന്നമാ ഔത മുദിർ വലികുല്ലി ഖൗമിൻ ഹാദ്. ഒരു മുൻഗാമി ഒരു വഴികാട്ടി കടന്നു പോവാത്ത ഒരു സമൂഹവും മുൻകാലങ്ങളിൽ വന്നിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു വഴികാട്ടി നിർബന്ധമാണ്. ഇവിടെ ഒരു ഹാദ് വഴികാട്ടി ഉണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ വഴികാട്ടി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. വഴികാട്ടി ഇല്ലാതെ വന്ന ഒരു കാലഘട്ടം നാം കാണുന്നത് മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാമിന്റെ കാലത്തിന് ശേഷം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ ആ 600 വർഷത്തിൽ ഒരു വഴികാട്ടി ഇല്ല, ഒരു പ്രവാചക സാന്നിധ്യം ഇല്ല. എന്നാൽ ആ 600 വർഷത്തെ കാലഘട്ടത്തെ ചരിത്രം സൂചിപ്പിക്കുന്നത് അങ്ങേ തലത്തിൽ ഈസാ നബിയുടെ അസാന്നിധ്യം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം വരെയുള്ള ആ 600 കൊല്ലത്തിന്റെ 600ാമത്തെ കൊല്ലം ഡാർക്ക് ഏജ് എന്ന ചരിത്രം വിശേഷിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗം. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാതെ വെറും കാനന സമാന ജീവികളായി ജീവിച്ച മനുഷ്യൻ. അവിടേക്ക് വെള്ളത്തോളിന്റെ മനോഹരമായ കവിത പോലും അതേക്കുറിച്ച് വെള്ളത്തോളിന്റെ മനോഹരമായ കവിത പോലും അതേക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു. ഒരു ആദർശമോ സത്യമോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തിന്റെ സർവകാലമായി സങ്കല്പിച്ചാൽ അതിന്റെ ഇടയിലെ തണലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നൂറ്റാണ്ടുകൾക്കിടയ്ക്കലൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ നടുന്ന വൃക്ഷത്തെ തണിക്കു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. ഈസാ നബിയുടെ കാലം മുതൽക്ക് ഇന്ന് ഈ ദിവസം വരെയുള്ള പെരുത്തു നൂറ്റാണ്ടുകൾ കിടക്കൊലൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരനായ അല്ലാഹു
ആദർശം വറ്റി വരണ്ടു പോയ, സത്യത്തിന്റെ വക്താക്കളെ കാണൽ പ്രയാസമായ ഈ ലോകത്തിൽ ഈശ്വരനായ അല്ലാഹു നടുന്നു വൃക്ഷത്തെ തണിക്ക് പാന്തരായി ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചു. ലോകത്തിന് മൊത്തവും തണലായി ആ വൃക്ഷം ഇവിടെ നിലകൊണ്ടു. ആ വൃക്ഷമാണ് മക്കയുടെ വരദാനം, മദീനയുടെ മന്ദമാരുതൻ, ലോകത്തിന്റെ അസയ്യനായ പ്രഭുവേ അമീനെ മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഞാൻ പറഞ്ഞു വന്നത് 600 കൊല്ലം പ്രവാചക സാന്നിധ്യമില്ലാഞ്ഞിട്ട് അല്ലാഹു വിളിക്കാൻ ലോകത്ത് ആളില്ലാതെ വന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ 600 കഴിഞ്ഞു, പിന്നെ 600 കഴിഞ്ഞു, പിന്നെ ഒരു 200 കഴിഞ്ഞു, അങ്ങനെ 1400 കൊല്ലം ഒരു പ്രവാചക സാന്നിധ്യമില്ലാതെ, വഴികാട്ടിയില്ലാതെ ഈ ലോകത്ത് ഇന്നും ഇത്രയും ആളുകൾ സത്യത്തെ ഇഷ്ടപ്പെടാൻ, സത്യമതത്തെ ഇഷ്ടപ്പെടാൻ, അള്ളാഹുവിന്റെ ദീനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയാൻ ഇത്രയും ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ ഒരു പ്രവാചക സാന്നിധ്യമില്ലാതെ ഈ പ്രക്രിയ എങ്ങനെ ഇവിടെ നടക്കുന്നു എന്നുള്ളിടത്താണ് പരിശുദ്ധ ഖുർആൻ ഇടപെടുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഏത് കാലഘട്ടത്തിലും മാറി മാറി വരുന്ന ഏത് യുഗത്തിലും മാറാത്ത ശബ്ദമായി നിലകൊള്ളുന്നുള്ളൂ. ജർമ്മൻ ദാർശനികനായ ഗെയ്ഥയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, this book will go on exercise all through all ages a most potent influence. എല്ലാ കാലഘട്ടങ്ങളിലും പരമപ്രധാനമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രക്രിയാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ കാലഘട്ടങ്ങളിലും ഇടപെടും. അത് ഈ ഗ്രന്ഥത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സിദ്ധാന്തത്തെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ അർദ കാനതാ റത്ഖാ ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. എന്തൊരു ചിന്തനീയമായ ആയത്താണ്. സത്യം അറിഞ്ഞിട്ട് നിഷേധിച്ച ആളുകൾ കാണുന്നില്ലേ, ആകാശവും ഭൂമിയും ഒട്ടിപ്പിടിച്ചിരിക്കായിരുന്നു. നാം അതിനെ രണ്ടിനെയും രണ്ടായി പിളർത്തി. 920 ബെൽജിയം ശാസ്ത്രജ്ഞനായ സോറസ് ലിമേറ്റർ അദ്ദേഹത്തിന്റെ ബിഗ് ബാങ് തിയറി ആവിഷ്കരിക്കുമ്പോൾ ആ സ്ഫോടനത്തെയാ പറഞ്ഞത്. ലോകം ഒരു സ്ഫോടനം കൊണ്ടുണ്ടായി എന്നാ പറഞ്ഞത്. 70 വർഷങ്ങൾക്ക് ശേഷം 990-ലാണ് ബെൽജിയംകാരൻ കണ്ടുപിടിച്ച അന്നത്തെ ബിഗ് ബാങ് തിയറിയുടെ അടുത്ത അപ്ഡേഷൻ വരുന്നത്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ സ്റ്റീഫൻ ഹോക്കിംഗ് പോലും അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ പഠനങ്ങളിൽ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം ഈ ബിഗ് ബാങ് തിയറി ലോകത്ത് ഈ സ്ഫോടനം മുഖേന ഉണ്ടായ കാര്യത്തെ കുറിച്ചുള്ള തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് എങ്ങനെ ജീവൻ ഉണ്ടായി എന്നതിന്റെ അന്വേഷണത്തിൽ ആ ജീവഗണത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റൂഹ് വനഫഖ്തു മിർ റൂഹി എന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ജീവന്റെ ഉത്ഭവം. ചാൾസ് റോബർട്ട് ഡാർവിൻ ഈ ജീവനെ തേടി അന്വേഷിച്ചു. സഞ്ചാരം നടത്തിയത് 25 വർഷം. അയാള് കപ്പലിൽ സീറ്റിലിരുന്നത്, കസേരയിലിരുന്നത്, ഇരിപ്പിടത്തിൽ കഴിച്ചുകൂട്ടിയത് അന്വേഷണ സഞ്ചാരത്തിൽ 5 വർഷം ടൈമാണ് അദ്ദേഹം ആ സീറ്റിലിരുന്നത്. ആ ടൈം കണക്ക് കൂട്ടിയാൽ 5 കൊല്ലം വരും. അയാൾ ഒരു സത്യനിഷേധിയായിരുന്നു. ഒരു പ്രകൃതിവാദി കുടുംബത്തിൽ പിൻഗാമിയായി വന്ന പൂർവികരുടെ ഒരു പിന്തുടർച്ചക്കാരനായിരുന്നു. അവലമറല്ലദീന കഫറൂ, സത്യമറിഞ്ഞ് നിഷേധിച്ച അയാൾ കണ്ടില്ലേ, ഒട്ടിപ്പിടിച്ചിരുന്ന ആകാശത്തെയും ഭൂമിയെയും നാം പിളർത്തി. അവസാനം ഡാർവിൻ പറഞ്ഞു, ജീവന്റെ ഉത്ഭവത്തിൽ ജനസാന്നിധ്യമുണ്ട്, ജലസാന്നിധ്യമുണ്ട് എന്ന് അയാൾ പോലും സിദ്ധാന്തിച്ചു കൊടുത്ത് പറയേണ്ടി വന്നു. അള്ളാഹു ചോദിക്കുന്നു, അവലമ്മറല്ലദീന കഫറൂ, സത്യം നിഷേധിച്ചവൻ കണ്ടില്ലേ? കണ്ടു, കണ്ടുപിടിച്ചു.
അവൻ കണ്ടുപിടിച്ച് അവനോട് ഇനി ഖുർആൻ ചോദിക്കാം ഫലാ യുമിനൂൻ എന്നഞ്ഞ് വിശ്വസിച്ചുകൂടെ? ഓരോ കാലഘട്ടത്തിന്റെയും കാൽ ചിലമ്പുകളെ കാലെ കൂട്ടി മനസ്സിലാക്കി കാലോചിതമായി പറയാ ഖുർആൻ. അതിങ്ങനെ മുന്നോട്ട് പോകും. അതിൽ ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ വന്നു അത്ഭുതങ്ങൾ കാണിച്ചു. ഇബ്രാഹിം നബി അത്ഭുതം കാണിച്ചു. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ പോയ അത്ഭുതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിൽ ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ പോയ അത്ഭുതം പറയുന്നുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ 40 ദിവസം, ഒരു റിവായത്ത് 50 ദിവസം കഴിച്ചുകൂട്ടി. തീയ ശരീരത്തിൽ ഒരു കരിച്ചിലോ വട്ടമോ കോട്ടമോ ഉണ്ടാക്കിയില്ല. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദാ ഫജഅൽനാഹുൽ അഖ്സരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതകരമായി തീക്കുണ്ടാരത്തിൽ നിന്നും പുറത്തു വന്നു. എന്നാൽ കേൾക്കണേ, ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ ചുറ്റിവച്ച നാടകൾ കരിഞ്ഞു പോയി എന്നല്ലാതെ ആ ശരീരത്തിൽ തീ സ്പർശിച്ചില്ല. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാസ്ഥ്യം അനുഭവിച്ചത്, സുഖമായി കഴിഞ്ഞുകൂടിയത് ആ ദിവസങ്ങളിലായിരുന്നുവത്രേ. തീക്കുണ്ടാരത്തിന്റെ അകലെ നിന്നുകൊണ്ട് പൊന്നുമോൻ തീക്കുണ്ടാരത്തിൽ കിടക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞ പൊന്നാര ഉമ്മ മഹ്ദിയായ ഉമൈല റളിയല്ലാഹു അൻഹാ, ഇബ്രാഹിം നബിയുടെ ഉമ്മ. മഹ്ദി അവர்கள் പൊട്ടിക്കരഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന്റെ അകത്തേക്ക് സമനില തെറ്റി പൊട്ടിക്കരയുന്ന ഉമ്മാനെ സ്നേഹത്തോടുകൂടെ വിളിച്ചപ്പോ പൊന്നാരമോന്റെ തീക്കുണ്ടാരത്തിന്റെ അനുഭവം പോലെ തന്നെ മകൻ വിളിച്ച ഉമ്മാക്കും തീക്കുണ്ടാരത്തിന്റെ ചൂട് സ്പർശിതമായില്ലെന്ന് മഹാന്മാരായ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് വിവരിക്കുന്നോടത്ത് ഇബ്നു തീമിയയോട് ശിഷ്യൻ ഇബ്നു കസീറിന്റെ ഖസസുൽ അംബിയ രേഖപ്പെടുത്തുകയാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയേ, വിശാല വിസ്തൃതമായ എന്റെ ചിറകുണ്ടല്ലോ നബിയേ, ഏത് ചിറകാണെന്നറിയുമോ? യണ്ടുള്ള റൂഫത്തിൽ ഫാർത്തു താവെളിപ്പെന്നും സിദ്റത്തുൽ മുൻതഹായിങ്കൽ ബൈത്തിട്ട് കണ്ടു അഫ്വദ് അസ്നാഹർ കർമൂറുണ്ട് കഫനേൾ ഭൂവിയും മറൈഫാൻ ഫോതുമതിലുണ്ട് ബിണ്ടോ വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറന്താവിലും നണ്ടായി നബി പട്ടം കെട്ടപ്പെട്ട ആണ്ടില്ലാതി മൊയ്ൻകുട്ടി വൈദ്യരുടെ ഹിജ്റ എന്ന കവിതാ സമാഹാരത്തിൽ ജിബ്രീലിനെ വർണ്ണിക്കുന്നത് എണ്ടുള്ള രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ ഫാർത്തു. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കണ്ടു ജിബ്രീലിനെ. റഅയ്തു ജിബ്രീല ഇൻദ സിദ്റത്തിൽ മുൻതഹാ വലഹു 600 ചിറകോടുകൂടെ ഞാൻ ജിബ്രീലിനെ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജിബ്രീലിന്റെ ചിറകുമായി തീക്കുണ്ടാരത്തിന്റെ സമീപം വന്നിട്ട് പറഞ്ഞു, ഞാനിതൊന്ന് ആഞ്ഞു വീശിയാൽ ഈ തീ അണയും. എന്റെ വല്ല ആവശ്യമുണ്ടോ? നിന്റെ ഒരു ആവശ്യവുമില്ല, നിനക്ക് തിരിച്ചു പോവാമെന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. ഈ അത്ഭുതം ഒരു ചരിത്രം മാത്രം, അത് അവിടെ തീർന്നു, അതിനി ആവർത്തിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ അത്ഭുതം കാണിച്ചു. അല്ലാഹുവിന്റെ ദീനിന്റെ അനിവാര്യമായ നിലനിൽപ്പിന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല മൂസാ യാ ഫിർഔനു ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ ഹഖീഖുൻ അലാ അല്ലാ ഖൂല അലാ അല്ലാഹി ഇല്ലൽ ഹഖ്
ഖദ് ജിത്തുകും ബിബൈനത്തിൻ മിർ റബ്ബികും ഫഅർസിൽ മഅയ ബനീ ഇസ്രായീൽ. ഫറോവയുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കി മഹാനായ മൂസ അലൈഹിസ്സലാം ഇസ്രായേലി സമൂഹത്തിന്റെ സമുദ്ധരണത്തിന് വേണ്ടി വാഗ്വാദങ്ങൾ നടത്തി. ഫറോവയുടെ മുന്നിൽ അല്ലാഹ് ഉണ്ടെന്ന് പറയാനുള്ള തെളിവുമായി ചെന്നു. കയ്യിലുള്ള അമൂല്യമായ വടിയ കൊട്ടാരത്തിന്റെ മുന്നിൽ അങ്ങ് ഇട്ടതോടുകൂടെ 9 മുഅ്ജിസത്തുകൾ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. അതൊരു വലിയ പാമ്പായി മാറി. ആ വടി ഇന്നുണ്ടോ, തീർന്നിട്ടില്ല. ഇപ്പോഴും ആ വടി തുർക്കിയിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് അത് പാമ്പാവൂല. അത് അന്ന് പാമ്പായി ചരിത്രമായി അവശേഷിച്ചു. പിന്നെയും കാലം ഇപ്പുറത്തേക്ക് പോന്നു. സൂറത്ത് ആൽ ഇംറാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറസൂലൻ ഇലാ ബനീ ഇസ്രായീല അന്നീ ഖദ് ജിത്തുകും ബിആയത്തിൻ മിർ റബ്ബികും أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. സയ്യിദുനാ ഈസ ഇസ്രായേലി സമൂഹത്തിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, തൗറാത്തിന്റെ തുടർച്ചക്കാരനാണ് ഞാൻ, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് പറയാൻ വന്നവനാണ് ഞാൻ. ആ തെളിവ് ഞാൻ കാണിച്ചു തരട്ടെ. കളിമൺ സത്ത കൊണ്ട് ഞാൻ ഉരുട്ടി ഉണ്ടാക്കിയതായ പക്ഷിയുടെ രൂപത്തിൽ ഞാനൊന്ന് ഊതിയാൽ ഞാൻ അതിലേക്ക് ഊതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വേണ്ടുക പ്രകാരം ചിറക് വിടർത്തി പറക്കുന്ന പക്ഷിയാകും. ഞാനത് അല്ലാഹ് ഉണ്ടെന്നതിന്റെ തെളിവായി കാണിക്കാം. سيدنا عيسى فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله. മരിച്ചവരെ ജീവിപ്പിക്കുന്നു. വെള്ളപ്പാണ്ടെന്ന് പറയുന്ന ഒരാളുടെ സ്കിന്നിലെ ന്യൂറോണുകൾ നശിച്ച രോഗത്തെ ഞാനൊന്ന് തടവിത്തലോടി അത് ഭേദപ്പെടുത്തുന്നു. കണ്ണില്ലാത്തവന്റെ മുഖത്ത് ഞാൻ തടവി കണ്ണ് നൽകുന്നു. ഞാൻ ഇതെല്ലാം അല്ലാഹുവിന്റെ വേണ്ടുക പ്രകാരം ചെയ്യാം. മരിച്ചവരെ ജീവിപ്പിക്കുന്നതടക്കമൊക്കെ ചെയ്തു കാണിച്ചു. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും മനസ്സിന്റെ അകത്ത് ആരോടും പറയാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന സ്വകാര്യങ്ങളും ഞാൻ പച്ചയായി വിളിച്ചു പറയാം. ഇതെല്ലാം അല്ലാഹു ഉണ്ടെന്നതിന്റെ തെളിവായി ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. സയ്യിദുനാ ഈസാ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകൻ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിരുന്നു, ഒരു ചരിത്രം അതവിടെ തീർന്നു. ഒരു ചരിത്രമായി പറയാം, പക്ഷെ അത് സഞ്ചരിക്കുന്നില്ല. എന്നാൽ ഖുർആൻ കിട്ടിയ അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഉറക്കെ പറയൂ, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അബൂ ഹസൻ അലി അൻ-നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം 4 വാള്യം 1-ാമത്തെ വാള്യത്തിൽ മാനവരെ കുറിച്ച് പറയാൻ നദവി സാഹിബ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കലിമ ചൊല്ലിയ ആ മഹാഭാഗ്യം കിട്ടിയ മഹാനായ മനുഷ്യൻ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഖുർആൻ കയ്യിലേന്തിയ മഹാനായ ഈസാ നബിക്ക് അന്ന് മുഅ്ജിസത്തിലൂടെ കഴിഞ്ഞത്, മഹാനായ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞത്, മഹാനായ മൂസാ നബിക്ക് കഴിഞ്ഞത്, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ
കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ ഖബറകത്തെന്നും സലാമീനെ കേട്ടോവർ ഖബറകത്തുള്ളത് റോഡ് മോളിന്തോവർ. എന്തൊക്കെ അത്ഭുതങ്ങൾ! ചത്തചകത്തിന് ജീവനിടിച്ചോവർ ചാകും കിലാശത്തെ നന്നാക്കി വിട്ടോവർ കുപ്പിക്കകത്തുള്ളേ വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബകമെന്നോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കുസാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. ജൂത സമൂഹത്തിന്റെ പീഡന താഠനങ്ങളിൽ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം വീർപ്പുമുട്ടിയ ഒരു കാലഘട്ടത്തിൽ ആകാശാരോഹണം ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു അങ്ങോട്ട് കൊണ്ടുപോയത് ഈസാ നബിയുടെ തിരിച്ചുവരവ് പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധകൻ എന്ന നിലയിലാണ്. അന്ന് ഇഞ്ചീൽ കയ്യിലുണ്ടായി. ആ സമൂഹത്തിന്റെ മുന്നിൽ ഈസാ നബിക്ക് ഇന്ന് ഖുർആനുമായി പ്രതിരോധത്തിന്റെ പ്രതിബന്ധത്തിന്റെ ഒരു വലിയ ശക്തി തീർക്കാൻ ഖുർആനുമായി ഇറങ്ങിത്തിരിക്കുന്നിടത്ത് ഈസാ നബിയുടെ വിയർപ്പ് കണത്തിന്റെ വാസന പോലും അധികം. അത് തന്നെ ആയുധം. ദജ്ജാല് യഹൂദികളുടെ കൂടി ദജ്ജാൽ ഈസാ നബിയുടെ മുന്നിൽ വലിയ പ്രതിയോഗിയായി നിൽക്കുന്നിടത്ത് ദജ്ജാലിനെ ചുരുട്ടിക്കെട്ടാൻ ഈസാ നബിയുടെ കയ്യിലുള്ള ആയുധം മഹാനവറുകളുടെ വിയർപ്പിന്റെ വാസന മാത്രം. എന്തേ അന്ന് ഇഞ്ചീൽ കൊണ്ട് കഴിയാതിരുന്നത്? അത് ഖുർആൻ കൊണ്ട് ഇന്ന് കഴിയുന്നു. ഈസാ നബി ഇന്ന് നബിയല്ല, ഇന്ന് വരുമ്പോൾ ഒരു ആലിമാണ്, ഒരു വലിയാണ്. ഖുർആന്റെ വക്താവായ വലിയന് അങ്ങനെ കഴിയുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നു, മുഅ്ജിസത്ത് കൊണ്ട് പൂർവികരായ അമ്പിയാക്കൾക്ക് സാധ്യമായത് കറാമത്ത് കൊണ്ട് ഖുർആന്റെ വക്താക്കളായ ഔലിയാക്കൾക്ക് സാധ്യം. അല്ലാഹു അവരുടെ തണലിൽ ചേർക്കട്ടെ. കാരണം അത് ഖുർആനിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഈ ഖുർആന്റെ പ്രബോധനം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളാൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഒരു പ്രവാചക സ്ഥാനത്ത് നിന്നുകൊണ്ട് തസ്കിയത്ത് നടത്തുന്നു. ഖുർആൻ ആളെ നന്നാക്കുന്നു. എന്നിട്ട് എന്തേ ഞാനും നിങ്ങളും നന്നായോ? ആലോചിച്ച് നോക്കണേ. ഖുർആന്റെ പണി എന്താ? ആലോചിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ? ഖുർആൻ ഒരാളെ നന്നാക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വേണ്ടി, കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ ഒളിച്ചിരുന്ന ആളാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചം കൊടുത്തു. അന്ന് മഹാനവറുകൾ പാരായണം ചെയ്തതായി കേട്ടത് സൂറത്തുൽ ഹാഖ. മഹാനായ ഹബീബായ നബി തങ്ങളുടെ പാരായണത്തിന്റെ വെളിച്ചം കിട്ടിയതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന് ഖുർആനിനെ കുറിച്ചൊരു ധാരണയുണ്ടായി. ആലോചിച്ചു നോക്കണേ. പുന്നാര നബി തങ്ങളുടെ പ്രബോധനം തന്നെ ഖുർആൻ പാരായണമായിരുന്നു. റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന കിതാബിൽ അബൂ ഹസൻ അലി അൻ-നദവി സാഹിബ് രേഖപ്പെടുത്തുന്നുണ്ട്, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ ളുഹർ കഴിഞ്ഞാൽ ബഗ്ദാദിലെ പള്ളിയിൽ വെച്ച് 7 ഖിറാഅത്ത് കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ
അത് കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. ഖുർആൻ ജീവിതത്തിൽ വേണം മുഅ്മിനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശൂർ ജില്ലയുടെ ദീർഘകാല അധ്യക്ഷനായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി എസ്എൻകെ തങ്ങൾ, അല്ലാഹുവേ മഹാനവറുകളുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. എപ്പോഴും പറയുമായിരുന്നു, ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ തർബിയത്ത്, ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശൈഖ് ഒരു ദിവസം ഓതുന്ന ഖുർആൻ പാരായണമായിരുന്നു. ഞങ്ങളെ പോലെയുള്ളവരോട് പറയും, മക്കളെ നിങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നവരാ, പ്രതികൂലമായി വരുന്ന അവസ്ഥയിൽ പുഞ്ചിരി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന്റെ താളം കണ്ടെത്താൻ കഴിയണമെങ്കിൽ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം ഖുർആൻ കൊണ്ട് കിട്ടുന്ന കരുത്ത് എന്റെ പ്രിയമുള്ളവരെ വലുതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. പരിശുദ്ധമായ കഅബയുടെ പടവുകൾ തീർക്കുന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ആ പടവുകൾ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ അല്ലാഹുവോട് ഗദ്ഗദത്തോടുകൂടെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, വിജനമായ ഈ മരുഭൂമിയുടെ ആരും വന്നെത്താത്ത കണ്ടെത്താത്ത ഈ വിജനതയിൽ ഞാൻ നിന്റെ കഅബ നിർമ്മിക്കുമ്പോൾ അല്ലാഹുവേ ഇതൊരു നാഗരിക ഭൂമികയാവണം അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആ കേട്ടോളൂ. റബ്ബനാ وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. സൂറത്തുൽ ബഖറ. പടച്ച തമ്പുരാനെ, ഈ കഅബ ഉൾക്കൊള്ളുന്ന പരിസരത്തെ ജനതയ്ക്ക് വേണ്ടി, ഈ കഅബയെ സമീപിക്കുന്നവർക്ക് വേണ്ടി, ഈ കഅബയുടെ പിന്നാലെ കൂടുന്നവർക്ക് വേണ്ടി ഇവിടെ ഒരു പ്രബോധകനായ പ്രവാചകൻ വരണേ. ആ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രധാന ആയുധം യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ഖുർആൻ ഓതുന്ന നബിയാവണേ അല്ലാഹ്. തലായത്തിലോ എന്ന പ്രയോഗം ഉസ്താദുമാരുള്ള സദസ്സനെ തനിച്ചിരുന്ന് ഓതിയാൽ മതി, മറ്റൊരാൾ കേട്ടാൽ തന്നെ അതൊരു പ്രബോധന. കേൾക്കുന്ന ശരീരത്തിന് പ്രബോധന. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണല്ലോ. റബ്ബ് കൊതിയോടുകൂടെ തന്റെ അടിമയെ കാണുന്ന ഒരു സമയമാണല്ലോ. ഈ സമൂഹത്തോട്, സമുദായത്തോട് അല്ലാഹുവിന്റെ വാത്സല്യത്തിന്റെ തിരുനോട്ടമുള്ള സമയമാണല്ലോ പരിശുദ്ധമായ റമളാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. പരിശുദ്ധ റമളാൻ വരുമ്പോൾ ഈ സമൂഹത്തോട് അല്ലാഹു കാണിക്കുന്ന ഒരു വല്ലാത്ത സ്നേഹത്തിന്റെ 5 സൗഭാഗ്യങ്ങൾ. അല്ലാഹു അത് 5 നമുക്ക് തരട്ടെ. വിഷയത്തോട് ബന്ധപ്പെട്ടത് മാത്രം ഞാൻ എടുക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യമാണ് പരിശുദ്ധ റമളാൻ വന്നു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ നോട്ടം അല്ലാഹു ഈ സമൂഹത്തോട്, സമുദായത്തോട് നോക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ ലാ യുഅദ്ദിബുഹു ബഅദു, അതിനുശേഷം അല്ലാഹുവിന്റെ ശിക്ഷ നോട്ടം കിട്ടിയവരിൽ ഉണ്ടാവുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റമളാൻ വന്നു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ നോട്ടം കിട്ടണോ നമുക്ക്? എന്നാൽ റമളാനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കേട്ടോളൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ 6000-ൽ പരം വരുന്ന പരിശുദ്ധ വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള മാസമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിന്റെ അവതരണം കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മാസമാണ് റമളാൻ. എത്ര അടുത്ത പറഞ്ഞു? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാ ഖുർആൻ ഇറക്കിയത്. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്. റമളാനും ഖുർആൻ ഇങ്ങനെ ചേർന്ന്
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കളയല്ല മുഅ്മിനേ, റമളാൻ കളയല്ലേ. ഖുർആൻ ചേർത്ത് പിടിച്ചോളൂ, ഖുർആൻ ചേർത്ത് പിടിച്ചോളൂ. ഖുർആൻ കേൾക്കുന്നോടത്ത് നമ്മൾ നന്നാവലാണ്, ഖുർആൻ കേൾക്കുന്നോടത്ത് നമ്മൾ നന്നാവലാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മുൻകടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ വരുന്നതിന്റെ 2600 കൊല്ലം മുൻപായി ഇബ്രാഹിം നബി ദുആ ചെയ്തത്, അല്ലാഹുവേ ഈ കഅബയുടെ നാഗരിക ചരിത്രത്തെ കുറിച്ച് ലോകം വായിക്കുമ്പോ ഇതിന്റെ പരിസരത്ത് ഒരു നബി ഉണ്ടായിരുന്നു. ആ നബി പാരായണം ചെയ്തത് കേട്ടാൽ തന്നെ നിന്റെ ദീനിലേക്ക് ആളുകൾ ഒഴുകി എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണേ. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ പാരായണം തന്നെ സ്വന്തം ശരീരത്തെ നന്നാവാൻ അത് മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് സൗകര്യങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ടല്ലോ. ഉസ്താദേ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയൂല. എത്ര ആലിമീങ്ങൾ നമ്മുടെ പരിസരത്ത് സരളമായ ഭാഷാ വൈഭവം കൊണ്ട് നമ്മോട് ഇടപഴകുന്ന പ്രബോധകരായ എത്ര പണ്ഡിതന്മാർ നമ്മുടെ പരിസരത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ വ്യവസ്ഥാപിതമായിട്ട് അല്ലാഹുവിന്റെ ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ എത്ര ഒരുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ എത്ര ആപ്ലിക്കേഷനുകളുണ്ട്. എത്ര പ്രാവശ്യം സിനിമ കാണാൻ വേണ്ടി ഫേസ്ബുക്കിന്റെ ക്ലിപ്പുകളിലൂടെ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തന്ന സൗകര്യത്തിൽ നാളെ വിചാരണ ചെയ്യുമ്പോ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് ആപ്ലിക്കേഷൻ വഴി ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ട് മുന്നിലുള്ള മുസഹഫിന്റെ അക്ഷരക്കൂട്ടങ്ങളിലൂടെ കണ്ണുകളോടിച്ച് ഒരു പേജ് തന്നെ 3 വട്ടം ഓതിയാൽ ഒരു മനുഷ്യന് ഖുർആൻ പാരായണം പഠിക്കാമല്ലോ. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി സയ്യിദുനാ നബിയുനാ റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയുമോ? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവര്. ഉസ്താദ് ഇരിക്കുന്നല്ലോ, ഞാൻ പറയട്ടെ, ഖൈർ എന്ന വാക്ക് സൂപ്പർലേറ്റീവ് ഫോമാണ്. ഏറ്റവും നല്ലവർ, ഇനി അതിനപ്പുറത്തേക്ക് മറ്റൊരാളില്ല. മഅനയുടെ ഭാഗത്തുകൂടി ഖൈർ എന്ന പദം ഫഅൽ തഫ്ളീലാണ്. ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയയിൽ പറഞ്ഞത് അങ്ങനെയാ. മഅനയുടെ ഭാഗത്തിൽ, അതായത് ഇനി അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് നന്നാവാൻ ചാൻസ് ഇല്ല. ഒരാൾ ഏറ്റവും നല്ലതാകുന്നത് എപ്പോഴാണെന്നറിയുമോ? അയാൾ മഹല്ലിന്റെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, അയാൾ സംഘടനയുടെ തലപ്പത്ത് വരുമ്പോഴല്ല. സഹോദരി, നീ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയാൽ നിന്നെ കുറിച്ച് നല്ലവളെന്ന് പറഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിന്നെ കുറിച്ച് നല്ലവളെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തണോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ തഅല്ലമൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നോ. പഠിക്കാന്ന് പറഞ്ഞ ചില നിലവാരമില്ലാത്ത പരിഭാഷ എടുത്ത് വെച്ചിട്ട് ഖുർആൻ പഠിക്കലല്ല. എത്ര ചാതുര്യമാർന്ന ശൈലിയിൽ പാരായണം, എത്ര മനോഹരമായ പാരായണം. കേൾക്കാലോ, കേട്ട് ആസ്വദിക്കാലോ, തജ്വീദ് പഠിക്കാലോ, വീണ്ടും വീണ്ടും മനഃപ്പാഠമാക്കാലോ. പരിഭാഷ പഠിക്കണമെന്നില്ല. ഒരു ഭാഷയിലൂടെ ഖുർആൻ പരിചയപ്പെടുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ കാര്യമാണ്. എന്റെ സാധാരണക്കാരന് സൗഭാഗ്യം വേണോലോ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹാജി ഉണ്ടായിരുന്നു. അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. സമ്പാദ്യം മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. ആ ഹാജിയുടെ മകൻ, മൂത്ത മകനും രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനും ഹാജിയും ഒരേ സമയം ഒരു ദർസിൽ മഹല്ലിയും മിസ്കാത്തും ഓതിക്കൊണ്ടിരിക്കുന്നു. വാപ്പയും മക്കളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. വയസ്സ് കാലത്ത് കിതാബ് ഓതി പഠിക്കാനുള്ള മോഹം. അങ്ങനെ കിതാബ് ഓതി പഠിച്ചു. ശൈഖുന ചെറുവാളൂർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു, മഹാനായ ഹസനുൽ വരവൂര് മസ്താനുപ്പാപ്പയുടെ പുണ്യമാക്കപ്പെട്ട ദർഗയുടെ പുറത്ത് ഒരു ഖബർ കാണാം. പെരുമ്പാവൂർ ഓണംപള്ളിക്കാരനായ ഹസൻ ഹാജി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയ മഹാനാണ്, എന്റെ നാട്ടുകാരനാണ് മഹാനായ ഹസൻ ഹാജി. അദ്ദേഹത്തെ കുറിച്ച് ചെറുവാളൂർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്,
അദ്ദേഹത്തിന്റെ പിൽക്കാലങ്ങളിൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പല കാര്യങ്ങളെയും കുറിച്ച് ചോദിച്ചു പഠിക്കുമായിരുന്നു. എത്രത്തോളം ഖുർആൻ പഠിക്കാൻ ഈ ലോകം മുന്നോട്ട് വരുന്നു. അടുത്ത നൂറ്റാണ്ടിന്റെ സൂര്യോദയം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ളതായ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് ഈ വെളിച്ചത്തിലേക്ക് വരുന്ന സ്നേഹത്തിന്റെ ഒരു യുഗം കാണാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹം പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സ്നേഹം പറഞ്ഞ ഗ്രന്ഥം, കരുണയെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥം. പരിഭാഷ കൊണ്ട് പഠിക്കാൻ പോയോടത്ത് പരാജയപ്പെട്ട ആളാണ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദിഷണാശാലി, ഒരുപാട് ഗ്രന്ഥസഞ്ചാരം നടത്തിയ ജീവിതം, കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് ബോധ്യപ്പെട്ട മഹാനായ മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന മഹാപണ്ഡിതനോട് ഖുർആൻ എന്ന് പരിഭാഷപ്പെടുത്തി തരാൻ ആവശ്യപ്പെട്ടു. മൗലാന പരിഭാഷപ്പെടുത്തി കൊടുത്തു. നെഹ്റുവിനൊന്ന് പഠിക്കാൻ. മൗലാന പരിഭാഷയുടെ കാര്യത്തിൽ, ഖുർആന്റെ തഫ്സീർ എഴുതുന്ന കാര്യത്തിൽ കിടയറ്റ വ്യക്തിയാണ്. 27 വർഷം കൊണ്ട് ഖുർആന്റെ പരിഭാഷ ഉണ്ടാക്കി. തർജുമാനുൽ ഖുർആൻ, ഉറുദു ഭാഷ, ആദ്യത്തെ ഉറുദു തഫ്സീർ ഗ്രന്ഥം അതാണെന്നാ പറയുന്നത്. 27 വർഷം കൊണ്ട് നെഹ്റു ഖുർആൻ പഠിച്ചു. ഇംഗ്ലീഷ് കോപ്പിയ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ശീർഷകത്തിൽ നിജപ്പെടുത്തി ഈ ഗ്രന്ഥത്തെ ഒന്ന് അവതരിപ്പിച്ചുകൂടെ എന്നൊരു അഭിപ്രായവുമായി ആ ശീർഷകം ഏതെന്ന് കൃത്യമായി പറയാൻ കഴിയാതെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൗലാനയെ സമീപിക്കുന്ന ഒരു ചരിത്രത്തിന്റെ അസുലഭമായ മുഹൂർത്തമുണ്ട്. തോളിലൊന്ന് കൈവച്ചു മൗലാന തിരിഞ്ഞു നോക്കി. എന്ത് പറ്റി? ഈ ഗ്രന്ഥം വായിച്ചിട്ട് അതിലൊരു കൃത്യമായ ശീർഷകം ചാർത്താൻ എനിക്ക് കഴിയാതെ പോകുന്നു എന്ന് പറയുന്നിടത്ത് മൗലാന തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പല ആവർത്തി വായിച്ചു വന്ന നെഹ്റുവിനോട് ചോദിച്ചു, Did you read? വായിച്ചോ? നെഹ്റു പറഞ്ഞു, Yes, but I didn't understand the complete part of the Quran. ഇത് മുഴുവനും എന്ത് വിഷയത്തിൽ വിഭാവനം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. മൗലാന played because the Quran is the sentence of the God. ഇത് ദൈവവചനം, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വചനം, ഇത് മനുഷ്യ ചിന്തക്കപ്പുറത്തുള്ള വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. അനന്തവിശാലമായ സമുദ്രത്തിന്റെ വെള്ളം മുഴുവൻ മഷിയായി സങ്കല്പിച്ചോളൂ. ഈ ഭൂമിയിൽ നാം പഠിത്ത സർവ്വ ചെടികളും സസ്യലതാദികളും മരങ്ങളും മരക്കുറ്റികളും എല്ലാം കുറിപ്പിച്ചെടുത്തുകൊണ്ടത് പേനയാക്കി ആ മഷിയിൽ മുക്കി ഖുർആന്റെ വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചാൽ എല്ലാ മഷിയും ഇങ്ങനൊന്ന് സങ്കല്പിക്കാൻ മനുഷ്യന് കഴിയോ? അതാണ് അല്ലാഹുവിന്റെ വചനം, അതാണ് അല്ലാഹുവിന്റെ വചനം. എന്റെ പ്രിയമുള്ളവരെ, ഇത് പഠിക്കുന്നവരും ഇത് പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും വലിയവര്, ഏറ്റവും ഖൈർ അവരാണ്, ഏറ്റവും ഉന്നതരവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇത് പാരായണം ഉണ്ടാവണം. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പാരായണം ചെയ്യൽ തന്നെയായിരുന്നു ദഅവത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇത് പാരായണം ചെയ്തോടത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പാരായണം കൊണ്ട് ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഖുർആൻ. ആ പാരായണം നമ്മൾ നടത്താം. നമുക്ക് നന്നാവണോ? ഇതിന്റെ പാരായണം വേണം. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എത്രയെത്ര മരണങ്ങൾ കാണുന്നവരാ. ഏതെങ്കിലും ഒരു മരണം കൊണ്ട് നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മരണങ്ങൾ പലതും നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ തീർത്തു പോവാറില്ലേ? ചിലരങ്ങ് സ്തംഭിച്ച് നിൽക്കാറുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞതാ, ഉപ്പ ആക്സിഡന്റ് ആയി മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞാണ്
ഉമ്മ ഒന്ന് ചിരിച്ചതെന്ന്. ഉമ്മ എന്നാലും ചിരിച്ചുവല്ലോ. മരണം കൊണ്ട് ഉണ്ടാകുന്നതായ ഒരു മനുഷ്യന്റെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, ആ മനസ്സൊന്ന് പിടച്ച അവസ്ഥയിൽ പോലും പരിഹാരം കണ്ടു എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ മരണമെന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. എപ്പോഴാണ് സഹോദര നമുക്ക് നന്നാവാൻ പറ്റാ? ഹൃദയത്തിന്റെ അകത്ത് നമുക്ക് കറ പിടിച്ചിരിക്കുകയല്ലേ? ആരെങ്കിലും അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് അമല് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല? നിസ്കാരത്തിന്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് ലഹരി കിട്ടുന്നില്ല. നിസ്കാരം ലഹരിയല്ലേ? പുണ്യനബി പഠിപ്പിച്ചല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോ ഹൃദയത്തിന്റെ അകത്തേക്ക് കറുത്ത അടയാളം വന്നു ചേരുകയാ. കറുത്ത അടയാളം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ തൗബ ചെയ്യുന്നുവെങ്കിൽ കഴുകുന്നു അവന്റെ കൽബിനെ, അത് വെളുത്തു വരുന്നു. ആരാണ് ഹൃദയത്തിൽ തട്ടിയ തൗബ ചെയ്യാം? ഹൃദയത്തിൽ തട്ടിയ തൗബ കൊണ്ട് കൽബ് കഴുകുന്നു എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നാൽ കേട്ടോളൂ, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് കേട്ടോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്വാബഹുൽ മാ. ഇരുമ്പിൽ ഈർപ്പമെത്തിക്കഴിഞ്ഞാൽ, ഇരുമ്പിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കറ വരുന്നു, തുരുമ്പെടുക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഹൃദയത്തിൽ കറയുണ്ട് മുഅ്മിനെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കറ കളയാനാ റമദാൻ വരുന്നത്. ഈ കറ കളഞ്ഞവർക്ക് കലിമ ചൊല്ലാൻ പറ്റാ. ഈ കറ കളഞ്ഞാലാ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റാ. ഈ കറ കളഞ്ഞാലാ നിസ്കാരത്തിൽ കയ്യങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ അമൂർത്ത പാദം പൊടിമണി പുരണ്ട പിതാവിനെ കണ്ട ദിവമ്പലോട് താത്താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താത്തന്റെ ഗാത്രങ്ങളിലായി പതിച്ചു. കുമാരിയാൾ തൻ ചുട്ടു കണ്ണുനീർ. മനോഹരമായ വരികൾ, വെള്ളത്തോളിന്റെ വരികൾ. ഹബീബായ നബി തങ്ങൾ പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോൾ ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ അല്ലാഹുവിന്റെ ഹബീബിനെ മണ്ണിട്ട് മൂടുകയാ. നിസ്കാരത്തിന്റെ ലഹരിയിൽ അതറിയാതെ പോവുകയാ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഒരു അധ്യായം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുറൈശികളിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ, താടനങ്ങൾ, അവരിൽ നിന്നും അനുഭവിച്ച എടകേറുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ശീർഷകത്തിൽ ഇമാം മുസ്ലിം സ്വഹീഹിൽ ഒരു ഹെഡിങ് തന്നെ പറയുന്നുണ്ട്. അവിടെ കാണാം പുന്നാര നബി തങ്ങളുടെ ശിരസിന്റെ മുകളിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിടുന്നുണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ വലിയ ഒരു ഫിഖ്ഹിന്റെ മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. അത്ര കണ്ട് ആ സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. നജസായ കുടൽമാല കൊണ്ട് ഹബീബിന്റെ നിസ്കാരം സ്വഹീഹാകുമോ? ആ നിസ്കാരം പിന്നീട് മടക്കിയോ? തുടങ്ങുന്ന ചർച്ച വരും വിധം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വലിയ ഒരു വാതായനം തുറന്ന സംഭവം. പുന്നാര നബി തങ്ങൾ ശിരസിലേക്ക് കുടൽമാല ചാർത്തിയപ്പോഴും വെള്ളത്തോളിന്റെ വരികളിൽ കാണാം ചരിത്രത്തിന്റെ മറ്റൊരു ഉദ്ധരണി. അവിടത്തെ ജീവനോട് മണ്ണിട്ട് മൂടുകയാണ്. മൺകൂനയുടെ ഉള്ളിൽപ്പെട്ട പ്രവാചക പുങ്കവരെ പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ സുജൂദ് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. പുന്നാര പൂമാൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ ചിന്ന ഭിന്ന ശിഥിലമായി ചിതറിത്തെറിച്ച് വീണ മണൽത്തരികള് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായി പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. ആ നീണ്ട തലമുടിക്കകത്തേക്ക് പൊന്നുമോള് ഫാത്തിമ അകലെ നിന്ന് കണ്ട ആ ദയനീയമായ കാഴ്ചയിൽ പൊന്നാരമോൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ഉപ്പാന ദൂരെ നിന്ന് കണ്ട മോള് മകളെ കണ്ട് വന്ന ഉപ്പയെ പിടിച്ചിരുത്തി മകള് ആ തലമുടിയുടെ അകത്തേക്ക് കുഞ്ഞിളം പ്രായക്കാരിയുടെ
മിനുസമുള്ള ചെറിയ കൈകളങ്ങ് കടത്തി വെച്ചു. എന്നിട്ട് ആ കൈവിരലുകൾ ഒന്ന് കുടഞ്ഞു. തലമുടിയിലുള്ളതായ മണൽത്തരികൾ തെറിച്ചു വീഴുമ്പോഴും ആ പുന്നാരമോളുടെ ഇടത്തെ കൈയിൽ ഒരു കുടം നിറയെ വെള്ളമാണ്. എന്തിനാണെന്നറിയുമോ? പ്രിയപ്പെട്ട പിതാവിന്റെ ശിരസിലൂടെ ആ മണൽത്തരികളൊന്ന് കഴുകിക്കളയാ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ തണുത്ത വെള്ളവുമായി നിറഞ്ഞ കുടമങ്ങ് തുളുമ്പി നിൽക്കുമ്പോ മനോഹരമായ കവിയുടെ സങ്കല്പമതാ വരികളായി വരുന്നു. ആ കുടത്തിലെ തണുത്ത വെള്ളം തുളുമ്പി നിൽക്കുമ്പോഴും തണുത്ത വെള്ളം കൊണ്ട് പിതാവിന്റെ ശിരസ് കഴുകുന്നതിന് മുന്നേ കണ്ണുനീർ തളം കെട്ടി നിൽക്കുന്ന കൺതടത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ ആദ്യത്തെ തുള്ളി കണ്ണുനീരിന്റെ ചൂടുവെള്ളം കൊണ്ട് ഉപ്പാന്റെ ശിരസ് കഴുകിയ പൊന്നുമോളെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന് പറയും വിധം ചരിത്രം ചർച്ചയായ നിസ്കാരത്തിന്റെ ലഹരിയിൽ ഒന്നും അറിയാതെ പോന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു കൊടുത്ത വെളിച്ചം കിട്ടണോ? ഹൃദയത്തിന്റെ കറകളയണോ? ഇരുമ്പിന്റെ കറകളയാൻ സഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് കൊണ്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, കറ പിടിച്ചതായ കൽബിന്റെ കറ കളയാൻ എങ്ങനെയാ നബിയെ സാധിക്ക എന്ന് സ്വഹാബി ചോദിക്കുന്നു. ഈ ചോദ്യം പുന്നാരബിയോട് ഉന്നയിക്കാൻ സമയമെടുത്താൽ പോലും അതിന്റെ ഉത്തരം വരാൻ വൈകിയില്ല. അവിടുന്ന് പറഞ്ഞു, രണ്ട് വഴികളാ ഹൃദയം നന്നാവാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ വഴി കേട്ടോളൂ. ഒന്നാമത്തെ വഴി കസറത്തു ദിക്രിൽ മൗത്ത്, സ്വന്തം മരണത്തെ കുറിച്ചുള്ളതായ ഓർമ്മ. തൃശൂർ ജില്ലയിലെ മാണിയംകാവിലെ ഇന്നലെ രാത്രി വഴുത് കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോ അതാ കോണത്ത് കുന്നിലെത്തിയപ്പോൾ ഒരു വീടിന്റെ മുന്നിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കാം. ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വാഹനം നിർത്തി ചോദിച്ചു, എന്തു പറ്റി? പരിചയസമ്പന്നരായ ചില സഹോദരന്മാര് പറഞ്ഞു, ഒരാൾ മരിച്ചിട്ടുണ്ട്. അവിടെ നിർത്തിയേറെ വൈകിയിരുന്നു. ഏകദേശം 1 മണിയോടടുത്ത സമയമായിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ കയറി ഫാത്തിഹ ഓതി ദുആ ചെയ്തു. പ്രിയമുള്ളവരെ, ആ സഹോദരൻ മരിച്ചിരിക്കുന്നത് ആ വീട്ടിലല്ല. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സിയാറത്ത് ചെയ്ത് പുറത്തിറങ്ങി ഖാജയുടെ കുടുംബക്കാരന് സിയാറത്ത് ചെയ്യാൻ പരിശുദ്ധ ദർഗാ ശരീഫ് വിട്ട് 60 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് സിയാറത്തിൽ നിന്നും സിയാറത്തിലേക്ക് പോയ സമയം മഹാന്മാരുടെ കദമിൽ വെച്ചുകൊണ്ടുണ്ടായ മരണം ഓർത്ത് നോക്കണേ. അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തുമ്പോഴും ആ മയ്യിത്ത് വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നാ മനസ്സിലാകുന്നത്. അത്രത്തോളം കൊറോണ തീർത്ത പ്രതിസന്ധിക്ക് ശേഷം നാം മരണത്തെ നിരന്തരം കാണുകയാ. ഓർത്ത് വെച്ചോ, നമ്മുടെ വീടിന്റെ മുന്നിലും ഒരു നീലട്ടാർപ്പായ വലിച്ചു കെട്ടുമിടോ, ചുവന്ന കസേര നിരത്തുമിടോ. നമ്മെ കുറിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു പറയാ മയ്യിത്ത് എന്ന. ഉറ്റവരും ഉടയവരും കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ കവിൾത്തടത്തിൽ നിന്നും അതവർ തുടച്ചു മാറ്റുമിടോ. നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ അവിടെ വീതം ചെയ്യപ്പെടുമിടോ. ഇങ്ങനൊരവസ്ഥ നമുക്ക് വരുമല്ലോ. എല്ലാവരും കൊണ്ടുപോയി ഖബറിന്റെ അകത്തേക്ക് വെക്കുമല്ലോ. ഖബറിന്റെ ഇരുട്ടിന്റെ ഗഹ്വരങ്ങളിൽ ചിരിക്കാത്ത മലക്കിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ എന്ത് പറയുമെന്നതിനെ കുറിച്ച് ആലോചിക്കാതെ കഴിഞ്ഞു കൂടുന്ന എന്നോടും നിങ്ങളോടും പുണ്യ റമദാൻ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറ, ഇത് ഒന്ന് കഴുകണേ, ഈ കൽബൊന്ന് കഴുകണേ. ഈ കൽബ് കഴുകാൻ വേണ്ടിയ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മുൻകളെന്നപ്പോഴും പൂർവീക സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് ഈ നോമ്പ് കൊണ്ടുണ്ടായ നേട്ടം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. ഈ നോമ്പിന്റെ നിർബന്ധിത പൂർവകാല സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് അല്ലാഹു കൊടുത്തതെന്തിനെന്നറിയുമോ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്കും ഈ നോമ്പ് വന്നത്, നിങ്ങൾക്കും റമദാൻ വന്നത്, പൂർവീക സമൂഹങ്ങൾക്ക് മുഴുവനും റമദാൻ വന്നത് അബുൽ ബസർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു വിലക്കിയ കനി കഴിച്ചു സ്വർഗ്ഗത്തിൽ നിന്നും പുറത്തു വന്നു. ദഹിക്കാത്ത കനി ദഹിക്കാതെ കിടന്നതിന് ദഹനേന്ദ്രിയ പ്രക്രിയയിലേക്ക് ഏറ്റവും വലിയ അഭിവാദ്യ ഘടകമായി പരിശുദ്ധ റമദാനിന്റെ
വ്രതവിശുദ്ധി കടന്നു വന്നുവെന്ന് ചരിത്രം പറയുന്നോടത്ത് അവർക്കൊക്കെ ഈ നോമ്പുണ്ടായിരുന്നത് കായിക പരിശീലനത്തിന് മാത്രമല്ല, ഈ നോമ്പ് ഉണ്ടായിരുന്നത് ലഅല്ലക്കും തത്തഖൂൻ, ഖൽബ് നന്നാവാനാ. റമളാൻ വന്നുകൊണ്ട് ഖൽബ് നന്നാക്കാൻ പറയുന്നോടത്ത് അതിനുള്ള ഔഷധം പരിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഖൽബിന്റെ കറ കളയാൻ രണ്ട് മാർഗം. സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും വേണേ. സ്വന്തം മരണത്തെ കുറിച്ച് ഇന്ന് ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് 10,000 രൂപ ഒരു സഹോദരൻ എന്റെ കയ്യിൽ വെച്ച് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദുബൈയിൽ ബിസിനസ് ആണ്, എന്ത് വിഷമം വന്നാലും മഹാരാജ ശൈഖ് മുനവ്വർ ഷാ സാഹിബ് ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് സാഹിബിന്റെ പള്ളി, 3000-ൽ താഴെ വീട് വരുന്ന വിശാല വിസ്തൃതമായ ഒരു മഹലുണ്ട്. ഒരു ചരിത്ര ഭൂമികയാണ്. അജ്മീറിൽ നിന്നും ദീൻ ദഅവത്ത് ചെയ്യാൻ വന്ന 65 വർഷം മലയാള നാട്ടിൽ ജീവിച്ച ഒരു മഹാനായ സയ്യിദ് അവരുടെ മഖ്ബറയുണ്ട്. വഫാത്തിന്റെ 20 ദിവസം മുമ്പ് മഹാനായ ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ് ആ മഖാമിലേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം അങ്ങ് കടന്നു വന്നിട്ട് ആരുമില്ലാതെ എപ്പോഴും സമൂഹ സിയാറത്തിന് നേതൃത്വം കൊടുക്കുന്ന ശൈഖുനാ ഒറ്റയ്ക്ക് കയറി സംസാരിച്ചിട്ട് ഏതോ ഒരു യാത്ര ചോദിക്കുന്ന പോലെ പോയ ഒരു വലിയ മഖാമുണ്ട്. സൗകര്യമുള്ളവർക്കൊക്കെ ഇടക്കൊക്കെ അവിടെ വരാവുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പല പരിപാടികളും അവിടെ അരങ്ങേറാറുണ്ട്. എന്തിനേറെ മഹാനായ ശഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ വലിയ ഖുത്ബാബിൽ ഇത്തിഫാഖി ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞ പോലെ ഇത്തിഫാഖ ഒരാൾക്കും സംശയം വേണ്ട. ടിപ്പു സുൽത്താൻ വലിയാണ്, ഖുത്ബാണ്. പലപ്പോഴും കാണാൻ വന്നിരുന്ന മഹാനായ മുനവ്വർ ഷാ തങ്ങൾ പാപ്പയുടെ മഖാമിലേക്ക് ഏത് പ്രതിസന്ധിയിലും എന്റെ ഭാര്യ പണം നേർന്നു വെക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് 10,000 രൂപയുടെ കെട്ടിന്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു, മഖാമിൽ ഞങ്ങൾ ഒരു വലിയ സാമ്പത്തിക പദ്ധതി ആലോചിക്കുന്നു, അന്ന് തന്നാൽ മതി. ഉസ്താദേ, അവിടെ വരെ ഞാൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ കിട്ടിയ ഈ സൗകര്യത്തിൽ ഇന്ന് ദാനം ചെയ്യുന്ന കൂലിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, എപ്പോഴാ മരിക്കാതെ പറയാൻ പറ്റൂലല്ലോ. ആ സഹോദരന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി ചെയ്യപ്പെടുന്നുണ്ട്. അത്രത്തോളം സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കാം. ആ മരണത്തിന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാവും. രണ്ടാമതൊരു വഴി തിലാവത്തുൽ ഖുർആൻ. ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ പാരായണം ചെയ്തോ, മനസ്സ് നന്നാവും. മനസ്സ് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അമലിൽ ലഹരിയാ. റമദാൻ വന്നതാ ലഹരി തരാനാ. ഒന്നുകൂടി ഞാൻ ആയത്തൊന്ന് ഓതട്ടെ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാ റമദാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടും പ്രകാശം, രണ്ടും ഈ സമൂഹത്തിന്റെ പ്രകാശം. ഒരു ഖബറിൽ കാണാം മൂസ നബി അലൈഹിസ്സലാമിനോടുള്ള അല്ലാഹുവിന്റെ സംഭാഷണത്തിൽ ഈ സമൂഹത്തിന്റെ രണ്ട് പ്രകാശമാണ് മൂസ നബിയെ ഖുർആനും റമളാനും എന്ന് അല്ലാഹു പറയുകയാണ്. രണ്ട് പ്രകാശം. ആ പ്രകാശം മനസ്സിന്റെ അകത്തേക്ക് കിട്ടിയ അമൽ ചെയ്യാം. ഒരു ആയത്ത് ഏറെ അത്ഭുതപ്പെടുത്തി. സൂറത്തുൽ ഫാത്തിറിന്റെ ആയത്തിൽ അല്ലാഹു കുറെ അമലുകൾ പറയുന്നു. ആദ്യം പറഞ്ഞ അമല് തനിച്ചിരുന്ന് ഖുർആൻ ഓതല. അറിയുന്നവർക്കും ഓതാം, അറിയാത്തവർക്കും നോക്കിയാൽ തന്നെ ഒരു ഖിറാഅത്തിന്റെ പ്രതിഫലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ആദ്യം പറഞ്ഞ അമൽ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങളുടെ മുന്നിൽ കാണാം. ശഅബാൻ മാസം വന്നാൽ സ്വഹാബത്ത് മുസ്ഹഫിൽ മുഖം കുത്തുമായിരുന്നുവത്രേ.
മഹാനായ ഇമാം ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നു, സ്വഹാബികൾ മുഖം കുത്തിയ മാസമാണ്, മുസഹഫിൽ മുഖം കുത്തി വീണ മാസമാണ് ശഅബാൻ മാസം. എന്തുകൊണ്ട്? അവര് ഖുർആനിൽ ലയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കണം, ഓതാൻ പഠിക്കണം, നോക്കിയിരിക്കണം, നോക്കി കണ്ടിങ്ങനെ ഓതണം. കണ്ടു ഒരു ഖത്തം തീരണം, കണ്ണുകൊണ്ടൊരു ഖത്തം, നാവ് കൊണ്ടൊരു ഖത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടും ഖത്തമാവണം, നാവ് കൊണ്ട്. ഒരു സഹോദരൻ ഹെഡ്സെറ്റ് വെച്ചു, ആ ഖിറാഅത്തിന്റെ ഒപ്പം അവൻ കേട്ട് ഓതി, ചെവി കൊണ്ടും ഖത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല. ഈ ആയത്തിൽ പറയുന്നു, ഒന്നാമത്തെ അമല് യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിനെ തനിച്ചിരുന്ന് ഓതുന്നു. അങ്ങനത്തെ ആളുകൾ ഖുർആൻ തനിച്ചിരുന്ന് ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം എളുപ്പമായി. ഒരാളോട് പറഞ്ഞു ഉറങ്ങിക്കോ രാത്രി, പക്ഷേ ഉറങ്ങുമ്പോൾ കുറച്ചേ ഉറങ്ങാവൂ. അങ്ങനെ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കോ, രാത്രി ഉറങ്ങിക്കോ, മൂടി പുതച്ച് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന പ്രയോഗം മുസമ്മിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. രാത്രി ഉറങ്ങിക്കോ, പക്ഷെ കുറച്ച്. ആ കുറച്ച് എന്നതിനെ പിന്നെയും പകുതിയാക്കിക്കോ. നബിയെ നിസ്ഫഹു അമിൻ ഖുസ്മിൻഹു, പകുതി എന്ന് പറഞ്ഞതിനെ പിന്നെയും കുറച്ചോ. ഖലീല, പിന്നെയും കുറച്ച് ഉറങ്ങിയാൽ മതി. കൂടുതൽ അങ്ങ് നിന്ന് നിസ്കരിക്കണേ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് നിന്നങ്ങോട്ട് നിസ്കരിക്കണം. ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്, ഇത്ര പ്രയാസമുള്ള കാര്യം. ഒരു വലിയ അലാറം, മനസ്സിന്റെ ഒരു ഓർമ്മയുണ്ടല്ലോ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എണീക്കണം, കിടന്നിട്ട് എണീക്കണം, ഒരുപാട് നിസ്കരിക്കണം. എന്നിട്ടോ ആ പാതിരാവിന്റെ ഉറക്കച്ചടയിൽ മനോഹരമായ ഭാഷയിൽ വറത്തിലിൽ ഖുർആന തർത്തീലാ, ഖുർആന വശ്യ മനോഹരമായ ശാബ്ദിക മിശ്രണത്തിന്റെ അകമ്പടിയോടുകൂടെ ഓതണേ നബിയേ. അപ്പൊ ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇത്ര കൂടുതൽ നിസ്കരിക്കാനുള്ള ഊർജം. ശേഷം പറഞ്ഞു, നന്നായിട്ട് ഖുർആൻ ഓതിക്കോ, ഇത് നടക്കും. ഏത് മഹാന്റെ ജീവിതം നോക്കിയാലും അതുകൊണ്ടായി ആയത്തിൽ അല്ലാഹു പറഞ്ഞത് തനിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന ആളുകൾ. രണ്ടാമതാ ഫർദ് നിസ്കാരം പറഞ്ഞത് അഖാമ യുഖീമു, വിശാലമായി പന്തലിന്റെ നടുവിലൂടെ ഇങ്ങനെ തൂണിട്ട് പോയിട്ടുണ്ട്, സൈഡ് ഭാഗങ്ങളിലൂടെയും തൂണിട്ട് പോയിട്ടുണ്ട്. ഈ തൂണ് സ്ഥാപിക്കുന്നതിന് അറബിയിൽ പറയും അഖാമ യുഖീമു. ഈ പന്തലിന്റെ തൂണ് അവിടെ ഇവിടെ എന്നതിന് ഏകദേശം ഒരു സമദൂരമുണ്ട്. ആ തൂണുണ്ടെന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ പന്തല് ദുർബല. സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിക്കുമ്പോഴാ അതിന് ബലം കിട്ടും. അങ്ങനെയല്ലേ ഒരു ബിൽഡിങ്ങിന്റെ പില്ലറ് വാർത്തിടേണ്ടടുത്ത് തന്നെ വാർത്തിട്ടാല ആ മേലെ വാർപ്പ് വരുമ്പോൾ അതിന് ബലം കിട്ടും. അങ്ങനെയാണല്ലോ. ആ കാണുന്ന ആ ബോക്സ് വെച്ചിരിക്കുന്ന വലിയ ഭാരം താങ്ങുന്ന ആ സ്റ്റാൻഡിന് 4 കാലുകളുണ്ട്. നോക്കൂ, അത് 4 കാലിൽ ഒരു കാല് ഊരി മുകളിൽ വെച്ചു. അതിലുണ്ടോ കാലം ഉണ്ടായാലും മുകളിലിരിപ്പുണ്ട്. 3 കാലിൽ നിർത്തിയ ഒരു പക്ഷെ അത് വീഴും. അഖാമ യുഖീമു ആണ് ഇപ്പൊ കൃത്യമായിട്ട് ആ 4 കാല് വെക്കേണ്ടടുത്ത് വെച്ചു. അഖാമ യുഖീമു എന്നുള്ളതാണ് തഖ്വീം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു അഹ്സനി തഖ്വീമില മനുഷ്യനെ പടച്ചത്. കണ്ണ് ഇവിടെ വെക്കുന്നതിന് പകരം അല്ലാഹു ഒരു കണ്ണ് ഇവിടെ വെച്ചു, ഒരു കണ്ണ് ഇവിടെ വെച്ചു. എന്ത് ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പം, ഒരു കൈ ഇവിടെ വെച്ചു, കൈ എങ്ങനെ വെച്ചത്, മറ്റേ കൈ വേറെ എവിടെയും കൊണ്ടു വെച്ചു. ഒരു കാലിരിക്കുന്നിടത്തിൽ ഒരു കയ്യും വെച്ചു, അപ്പുറത്തെ കൊണ്ടുവന്നിട്ട് ആ കാലും വെച്ചു. അഖാമ യുഖീമു പറയൂല. അഖാമ യുഖീമു ഖുർആൻ എവിടെ അഖീമുസ്സലായ പറഞ്ഞു. കൃത്യമായി നിർവഹിക്കുന്ന നിസ്കാരം, അതിന്റെ സമയം പാലിക്കുന്നു. എവിടെ സ്ഥാപിക്കണോ അവിടെ അവ്വൽ വഖ്ത്. നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് തൂണ് എന്ന
നിന്റെ ദീനീ ബോധത്തിന്റെ തൂണ. നിസ്കാരം സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിച്ചില്ലെങ്കിൽ ദീനീ ബോധം എന്ന നിന്റെ ആ അവസ്ഥ തകർന്നു വീഴും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയത്തിൽ ആദ്യം പറഞ്ഞു നിസ്കാരത്തെ സമയത്തിൽ നിർവഹിക്കണോ, നിങ്ങൾ ആദ്യം ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരാവൂ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് പിന്നെ പറഞ്ഞു അല്ലാഹ് കൊടുത്തത് എന്തൊക്കെയോ അതൊക്കെ ദാനം ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ടാവും. സിർറൻ ആരും ബോധിപ്പിക്കാതെയും ഇനി ആരെങ്കിലും കണ്ട ഇപ്പൊ കൊടുത്തത് പോലെ കുറച്ചും കൂടി കൂടുതലും കൊടുക്കേണ്ടി വരുമെന്ന മാനസിക പരീക്ഷണം. ആരും കാണാതെ കൊടുത്ത 500 കൊടുത്തത് ആരെങ്കിലും കേട്ട മോശ ചിലപ്പോ 50,000 കൊടുക്കേണ്ടി വരും. അവിടെയും ഒരു മാനസിക പരീക്ഷണത്തിൽ നിനക്ക് ഇഖ്ലാസ് നിലനിർത്തണോ, സിർറൻ വഅലാനിയ. ആദ്യം പറഞ്ഞു യത്ലൂന കിതാബല്ലാഹ്, ഖുർആൻ തനിച്ചിരുന്നു. അതിനെ ഖുർആൻ പാരായണം കൊണ്ട് അമലിൽ ഇഖ്ലാസ് വരും. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഏത് മഹാനെ എടുത്തു നോക്കിയാലും ആ മഹാന്റെ ജീവിതത്തിൽ ഒരുപാട് അമല് കാണുന്നുവെങ്കിൽ ആ മഹാനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം കൂടുതലുണ്ട്. ഞാനൊരു മഹാനെ പറയാം, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉറക്കെ പറയൂ, സ്വർഗത്തിന്റെ കമാനത്തിൽ ഉസ്മാന്റെ പേര് ഞാൻ കണ്ടു. നബി മുഹമ്മദ് മുസ്തഫ ജിബ്രീലിന്റെ ചിറകിലും ഞാൻ ഉസ്മാന്റെ പേര് കണ്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. ഓരോ പ്രവാചകന്മാർക്കും ഒരു ആത്മമിത്രം സ്വർഗത്തിന്റെ അകത്തുണ്ട്. എന്റെ ആത്മമിത്രം എന്റെ ഉസ്മാൻ നബി മുഹമ്മദ് മുസ്തഫ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. അൻസാഇബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അന്ന ഉസ്മാൻ ഖറഅൽ ഖുർആന ലൈലതൻ ഫീ റകഅത്തിൻ ലം യുസല്ലി ഗൈറഹാ. നിസ്കരിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൈകെട്ടിയാൽ ഒരു റകഅത്ത് ഒരു രാത്രി മുഴുവനുമാ. ഒരു രാത്രി മുഴുവനും ഒറ്റ റകഅത്ത്. സഹൽ ഫൈസി വെറുതെ പറഞ്ഞതല്ല, ലോകം കണ്ട മഹാപണ്ഡിത പ്രഭു മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹീഹിന്റെ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറിൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഇസ്നാദുൻ സ്വഹീഹ്, സ്വഹീഹായ ഉദ്ധരണിയാ. ഒറ്റ റകഅത്ത് ഒരു രാത്രി മുഴുവൻ ഒരു മനുഷ്യനാ നിന്ന നിപ്പ് നിൽക്കണമെങ്കിൽ അസാധ്യം, അസാധ്യം. ഒരു റകഅത്തിന്റെ ദൈർഘ്യത ഒരു രാത്രി മുഴുവൻ. ബോറടിക്കില്ലേ സഹോദര? എങ്ങനെയാ ഇത് നിലനിർത്തിക്കൊണ്ടുപോയത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് അത് നിലനിർത്താൻ വേണ്ടി മഹാനവറുകൾ ചെയ്തിരുന്നത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അൽ ബഖറ മുതൽ അന്നാസ് വരെ ഒറ്റ റകഅത്തിൽ ഒരു ഖത്മുൽ ഖുർആൻ സാധിക്കോ? ഒരു സദസ്സിൽ ഞാൻ വഅദ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ സ്കോട്ട്ലൻഡിൽ ഹോട്ടൽ നടത്തുകയാണ്, അല്പമൊക്കെ ഫോർവേഡ് ചിന്തിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുമ്പോ ഒരു ജുസ് ഓതാൻ അരമണിക്കൂർ വേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ 15 മണിക്കൂർ ഞാൻ കണ്ടിന്യൂ ഓതിയാലാണ് എനിക്ക് ഒരു ഖത്മുൽ ഖുർആൻ തീരുകയുള്ളൂ. അങ്ങനെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 15 മണിക്കൂർ രാത്രി കിട്ടിയിട്ടുണ്ടോ? വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും അതിനപ്പുറത്തെ കാഴ്ചയും കണ്ട് സംസാരിച്ച് സംവദിച്ചു, സ്വർഗവും കണ്ടു, വിശ്രമവും നടത്തി, തിരിച്ചു ഭൂമിയിലെത്തി. ഒറ്റ രാത്രി, കൃത്യമായി പറഞ്ഞാൽ 5 മണിക്കൂറും 30 മിനിറ്റും. കാലഘട്ടത്തിനപ്പുറത്തേക്ക് കടക്കും അള്ളാഹുവിന്റെ ഖുദ്റത്ത്. നമ്മൾ കണക്കൂട്ടിയതിനപ്പുറം അള്ളാഹു സഹായിക്കാന്ന് വെച്ചാൽ അള്ളാന്റെ സഹായമുണ്ട്. ഒരു ചാൺ എടുത്താൽ ഒരു മുഴം അവൻ ഇങ്ങോട്ടെടുക്കും, ഒരു മുഴമെടുത്താൽ ഒരു മാറ് എടുക്കും. നടന്ന് റബ്ബിലേക്ക് സമീപിച്ചാൽ അവനിങ്ങോട്ട് ഓടി വരും. നബി മുഹമ്മദ് മുസ്തഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് നിസ്കാരത്തിന്റെ ദൈർഘ്യതയിൽ ബോറടിച്ചില്ല. ഹൃദയ സാന്നിധ്യം നിലനിർത്തി മഹാനവറുകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഇനി കേട്ടോളൂ, ആ മഹാൻ വഫാത്താവുന്നത് പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഖുർആന്റെ പകർപ്പ് കൃത്യമായി കയ്യിലുണ്ടായിരുന്നു. ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഫാത്താവുന്നു. ഫഇൻ ആമനൂ
ബിമിത്ലി മാ ആമതും ബിഹി ഫഖദ് ഇഖ്തദൗ വതവല്ലൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് فسيكفيكهم الله وهو السميع العليم. അൽ-ബഖറയുടെ 137ാമത്തെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെട്ട് വരുന്നത്. കഴുത്തിനേറ്റ വെട്ടുകൊണ്ട് ചിതറി വീണ രക്തത്തിന്റെ കറ ഈ ആയത്തിൽ വീണ മുസ്ഹഫ് എന്നും ലോകത്ത് സൂക്ഷിക്കുകയാണ്. തുർക്കിയിലെ മ്യൂസിയത്തിൽ അത് കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ മരിക്കുമ്പോഴും കയ്യിലായിരുന്നു. ഇനി അടുത്ത ഒരു മഹാനെ പറയട്ടെ. മഹാനായ ഇമാമുനാ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന മഹാനല്ലേ. മഹാനവരുടെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മഹാനുഭാവൻ എപ്പോഴും അമലുകളിലായിരുന്നു. കേട്ടോളൂ, ഇമാം നവവി തങ്ങള് അവിടുത്തെ കിതാബുൽ മജ്മൂഇൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അതായത് അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ബഹ്ർ ഇബ്നു നസ്ർ തങ്ങൾ പറയുന്നതായി, മാ റഅയ്തു വലാ സമിഅതു കാന ഫി അസ്രി ശാഫിഈ അത്ഖാലില്ലാഹ്. ഇമാം ശാഫിഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്ര കണ്ട് തഖ്വയോടുകൂടി ജീവിച്ച ഒരു മഹാൻ വേറെയില്ല. അങ്ങനെ ഒരാൾക്ക് കാലഘട്ടത്തിന് അതിജയിക്കാൻ കഴിയുന്ന തഖ്വയുടെ കരുത്തുണ്ടാവണോ. വലാ ഔറഉ, ഏറ്റവും സൂക്ഷ്മത, വലാ അഹ്സനു സൗസം ബിൽ ഖുർആനി മിൻഹു, ഏറ്റവും മനോഹരമായ രീതിയിൽ ആ മഹാനുഭാവൻ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. എത്ര ഓതിയെന്നറിയോ? എത്ര ഓതിയെന്നറിയുമോ? ഇമാം നവവി മജ്മൂഇൽ രേഖപ്പെടുത്തുന്നു, വഖാലൽ ഹുമൈദി റളിയല്ലാഹു അൻഹു കാന ശാഫിഈ യഖ്തിമു ഫീ കുല്ലി ശഹ്രിൻ 60 ഖത്മാ. ഒരു മാസം 60 ഖത്ം, ഒരു ദിവസം ഒരു മാസം 60 ഖത്ം. അപ്പൊ ഒരു ദിവസം 2 ഖത്ം. നമ്മെക്കാളും തിരക്കുള്ള പ്രഭാഷകൻ, നമ്മെക്കാളും തിരക്കുള്ള ഖതീബ്, നമ്മെക്കാളും തിരക്കുള്ള പൊതുപ്രവർത്തകൻ, നമ്മെക്കാളും തിരക്കുള്ള ചാരിറ്റിയുടെ നേതൃത്വം, നമ്മെക്കാളും തിരക്കുള്ള ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ളതായ മഹാനായ മുദർരിസ് ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലൂടെയും സഞ്ചരിച്ചു. തിരക്കുകൾ അലട്ടാതെ സമയത്തെ നിയന്ത്രിക്കാൻ ഇമാമുന ശാഫിഈ തങ്ങളുടെ മന്ദീഭവിച്ചു പോവാത്ത ബുദ്ധിയിൽ നിയന്ത്രിതമായി കാര്യങ്ങളെ കൃത്യമായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് 2 ഖത്മുൽ ഖുർആൻ 24 മണിക്കൂറിൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്റെ വക പറഞ്ഞതല്ല. ഇമാം നവവിയുടെ മജ്മൂഅ് എന്റെ കയ്യിലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളെ പറയാം, ഏറ്റവും കൂടുതൽ അമലുള്ള ആള്, ഏറ്റവും കൂടുതൽ അമലുള്ള ആള് ആങ്ങള യഹ്യാ മുതവ്വജ്. പെങ്ങളുടെ കാര്യ പറയുന്നത്. പെങ്ങളുടെ പേര് നഫീസത്തുൽ മിസ്രിയ. വലിയ മഹൻ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദി അവர்கள் വലിയ വലിയതായിരുന്നു. ഖിദ്മത്തിന് വേണ്ടി വന്നത് ആങ്ങളയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് പറയാ, 40 കൊല്ലം ഞാൻ ഖിദ്മത്ത് ചെയ്തു. ഒരു രാത്രിയും കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു പകലിലും ഞാൻ കണ്ടിട്ടില്ല മഹദി അവர்கள் നോമ്പൊഴിവാക്കുന്നത്. അങ്ങനെ ജീവിച്ച മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 വട്ടം നടന്ന് ഹജ്ജിന് പോയി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അന്ന് നോമ്പുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അമലിന്റെ ലഹരി പരിശുദ്ധ ഖുർആൻ. എത്രയെത്ര മഹാന്മാർ ഇശാ നിസ്കരിച്ച വുളൂഓടുകൂടെ സുബ്ഹി വരെ അമൽ ചെയ്ത ശൈഖ് മുഹീദ്ദീൻ ഖുർആൻ കൊണ്ടാണ് ആത്മവീര്യമുണ്ടാക്കിയത്. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ ഒരു ചൊൽ മുതലായി 3 ആണ്ട്
അമലുകളെ ക്രമീകരിക്കാൻ നമ്മുടെ മനസ്സിനൊരു തെളിച്ചം വേണം. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറയാം. സമയം നോക്കാം. അതിനുവേണ്ടി വാച്ച് ഉപയോഗിക്കുന്ന ശൈലി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വാച്ച്. സമയം നോക്കാൻ നമ്മൾ മിക്കവാറും മൊബൈലിന്റെ ഡിസ്പ്ലേ ഓൺ ആക്കും. സമയം നോക്കുന്നെന്താ? നമുക്ക് എന്തോ ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട്. നമുക്കിപ്പോ സമയം ഇല്ലാത്തത് കൊണ്ട് സമയം എന്തായി എന്നൊരു വേവലാതി വരും. അല്ലാതെ ആരും സമയം നോക്കില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോ ആ ഡിസ്പ്ലേയിൽ നമ്മൾ കാണുന്ന സമയത്തിന്റെ കൂടെ അല്ല പിന്നെ പോകുന്നത്. അപ്പോഴാ വാട്സാപ്പിലല്ലേ മെസ്സേജ് വന്നിട്ടുണ്ട്, അതിന്റെ പിന്നാലെ അങ്ങോട്ട് അങ്ങനെ പോയി കുറെ കഴിയുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എന്തിനാ പോയി തുറന്നു. സമയം നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്താൽ പോലും സമയം പോകുന്നു. എന്തുകൊണ്ട്? ബുദ്ധി നമുക്ക് തെളിഞ്ഞു നിൽക്കുന്നില്ല. നമ്മുടെ ബുദ്ധി തെളിഞ്ഞല്ല നിൽക്കുന്നു. നമ്മുടെ ബുദ്ധിയെ കുറിച്ച് മലയാളത്തിന്റെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ 2016 പരിശുദ്ധ റമദാനോട് അനുബന്ധമായി അദ്ദേഹം എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്, ഇത് ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തില, ഉറങ്ങുമ്പോഴും പാതി ഉണർവില്ല. ഉറങ്ങാണെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കേൾക്കും. ഉണർന്നിരുന്നാലും ഒരു പക്ഷേ അവൻ കണ്ടിട്ട് മിണ്ടില്ല, ചിരിച്ചില്ല. എന്താ കാര്യം? കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് കേറിയിട്ടില്ല, തലയിലേക്ക് കേറിയിട്ടില്ല. ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തില്ല. ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടി ആഡം സ്മിത്തും അരിസ്റ്റോട്ടിലും അവരുടെ പ്രബന്ധങ്ങൾ എഴുതുമ്പോ ഉപവസിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപവാസം ഉണർത്തുമെന്ന് ലോക പ്രശസ്തമായ ഒരു ചിന്തയ്ക്ക് ഒരു മലയാളിയുടെ കുറിപ്പ് ഉണ്ടായി. അങ്ങനെ ഉണരാൻ വേണ്ടി പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ ഉണരാനുള്ള ഒരു ഔഷധവുമായി വരികയാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തെ ഉണർത്താൻ, അമലുകളിൽ കയറാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുന്നു, അതിന്റെ കൂടെ നമുക്ക് മാറാത്ത ശബ്ദമായി നമ്മുടെ ഹൃദയത്തിൽ അലയൊലികൾ ചേർത്താൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെ ഒരു വെളിച്ചമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഹ്രസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ അറിവ് കൊണ്ട് നീ ഉപകാരം നൽകണേ അല്ലാഹ്, പറഞ്ഞതും കേട്ടതും ഞങ്ങൾക്ക് ഉപകാരമുള്ള അമലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അനുഗ്രഹീതമായ സദസ്സ് റബ്ബേ മജ്ലിസുൻ നൂറിന്റെ വാർഷികം റഹ്മാനായ അല്ലാഹ്, ഈ സദസ്സിന് വേണ്ടി അധ്വാനിച്ചവർ, ഇവിടെ തടിച്ചുകൂടിയ സഹോദരങ്ങൾ സഹോദരിമാർ, ഇതിലേക്ക് സംഭാവന തന്നവരെല്ലാവർക്കും ഖൈറ് നൽകുക അല്ലാഹ്, ബർക്കത്ത് നൽകുക അല്ലാഹ്. റബ്ബേ, ഒരു പുഞ്ചിരി കൊണ്ടോ ഒരു നാണയത്തൊട്ടുകൊണ്ടോ, എത്ര ചെറുതെന്ന് തോന്നുന്ന എന്തുകൊണ്ടും ഇതിലേക്ക് സഹകരിച്ചവർ എല്ലാവർക്കും റഹ്മാനേ നീ അതിനുള്ള അർഹമായ പരിഗണന കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, കടബാധ്യതകൾ വീട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, പലിശയിൽ കുടുങ്ങിയവർ, ലോണിൽ പെട്ടുപോയവർ കരകയറ്റണേ അല്ലാഹ്. കടം തന്നത് നീയാ അല്ലാഹ്, നീ അത് വീട്ടി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. കണ്ണേറ് സിഹറുകൾ ബാത്തിലാക്കുക അല്ലാഹ്, പരീക്ഷകൾ എളുപ്പമാക്കുക അല്ലാഹ്. മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകുക അല്ലാഹ്, കച്ചവടത്തിലും ബിസിനസ്സിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഇവിടെ കൂടിയ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും മനസ്സിന്റെ അകത്തുള്ള ഹലാലായ മുറാദ് ഹസനാക്കണേ അല്ലാഹ്. ഇവിടെ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കുക അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നീ മാപ്പ് നൽകുക അല്ലാഹ്. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഇവിടെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളതായ ഭക്ഷണത്തിൽ നീ ശിഫാഇന്റെ അഥർ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാഹ്. ക്യാൻസർ എന്ന രോഗത്തിന്റെ മാരക ദ്രംഷ്ടകങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കുക അല്ലാഹ്. ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാഹ്.
നീ ഖാദിൽ ഹാജാത, നീ മുദബ്ബിറുൽ ഉമൂറ. ഖൈർ അടിപ്പിക്ക് അല്ലാഹ്, ശർർ അകറ്റ് അല്ലാഹ്. വാഹനാപകടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുക അല്ലാഹ്. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന രോഗം തരല്ല അല്ലാഹ്. പണം കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും തരല്ല അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. لا دعاء كنوتو إن شاء الله. السلام عليكم ورحمة الله وبركاته.